ഫിൻജാൽ ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവം തമിഴ്നാട്ടിൽ ഏതാണ്ട് കെട്ടടങ്ങി. പക്ഷേ അതിൻ്റെ പ്രഭാവത്തിൽ സംസ്ഥാനത്ത് കേരളത്തിൽ ശക്തമായ മഴയുണ്ട്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ള 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിലാണ് ഞാൻ ഈ പറയുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് ഉള്ളത്. നഗരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും ചില്ലറ വെള്ളക്കെട്ടിനൊക്കെ സാധ്യതയുണ്ട്. കടലാക്രമണം ശക്തമായ സാധ്യതയുണ്ട്. അതിനുള്ള ജാഗ്രതാ നിർദ്ദേശവും വന്നു കഴിഞ്ഞു. കാലാവസ്ഥയിൽ കേരളത്തിലെ മഴ പെയ്യുന്ന ജില്ലകളെക്കുറിച്ചും പൊതുവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പറയാനായി തിരുവനന്തപുരത്ത് നിന്ന് AV ജയശങ്കറും അതുപോലെ മലപ്പുറത്ത് നിന്ന് വിപിൻ സി വിജയനും, കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യയും, വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്തും, കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്നും, അതുപോലെ കോട്ടയം നിന്ന് ടോബി ജോൺസണും, കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജനും തത്സമയം ചേരുകയാണ്. ഈ മഴ പെയ്യുന്ന ജില്ലകളിൽ നിന്നാണ് പ്രധാനമായിട്ടും നമ്മുടെ റിപ്പോർട്ടേഴ്സ് അണിചേരുന്നത്. ആദ്യം നമുക്ക് AV ജയശങ്കറിലേക്ക് പോകുന്നു. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. നിങ്ങളൊക്കെ രാവിലെ മഴയൊന്നും കൊള്ളാതെ നിൽക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജയശങ്കർ, പൊതുവേ കേരളത്തിലെ കാലാവസ്ഥ എങ്ങനെയായിരിക്കും? തിരുവനന്തപുരം ജില്ലയിൽ മഴ കാര്യമായി തകർക്കുമെന്ന് വിശ്വാസമുണ്ടോ? ഗുഡ് മോർണിംഗ് SK. എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ രാവിലെ ഇവിടെ വന്നത് മുതൽ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഇടയ്ക്ക് നമ്മുടെ ക്യാമറമാൻ ഷൈജു ചാവശ്ശേരി മഴ ചാർന്നതായും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തെ കാലാവസ്ഥ അപ്ഡേറ്റ്സ് മാറുമോ എന്ന കാര്യം ഇനി വരും മണിക്കൂറുകളിലാണ് അറിയേണ്ടത്. എന്തായാലും സംസ്ഥാനത്ത് പൊതുവിൽ അതിതീവ്ര മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. ഒപ്പം തന്നെ എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ മഞ്ഞ മഴ മുന്നറിയിപ്പാണുള്ളത്. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രത്യേക മഴ മുന്നറിയിപ്പുകളൊന്നും നൽകാത്തത്. എന്തായാലും വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ വ്യക്തമാക്കുന്നത്. ഈ ജില്ലകൾ തന്നെയാണ്, കൂടുതൽ ജില്ലകൾ തന്നെയാണ് റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഉൾപ്പെടെയുള്ള അലേർട്ടുകൾ നിലവിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ മഴ ശക്തമായി തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ നിർദ്ദേശങ്ങളിൽ പറയുന്നു. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പുതുക്കാനുള്ള സാധ്യതയുണ്ട്. രാവിലെ 9 മണിയോടുകൂടി കാലാവസ്ഥാ വകുപ്പിൻ്റെ അടുത്ത മഴയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ പുറത്തു വരും. ഈ അപ്ഡേറ്റിൽ കുറച്ചുകൂടി സംസ്ഥാനത്തെ മഴയുടെ ഒരു ചിത്രം വരും. എന്തായാലും സംസ്ഥാനത്തെ മഴ ശക്തമാകുന്നതിനൊപ്പം തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്തുള്ള ഏർപ്പെടുത്തിയ മത്സ്യബന്ധനത്തിലുള്ള നിയന്ത്രണം തുടരും. എന്തായാലും മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ഈ അലേർട്ടുകളെല്ലാം പരിശോധിച്ച് വലിയ ജാഗ്രത പുലർത്തണമെന്ന് അറിയിക്കുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതായത് മലയോര മേഖലയിലും ഒപ്പം തന്നെ ഈ നദീതീരങ്ങളിലെല്ലാം താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണം. ഒപ്പം തന്നെ ഈ തീരദേശ മേഖലയിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. എന്തായാലും അധികാരികളും ഒപ്പം തന്നെ കാലാവസ്ഥാ വകുപ്പും എല്ലാം നൽകുന്ന നിർദ്ദേശങ്ങളും കാര്യങ്ങളുമെല്ലാം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ വലിയ ആപത്തില്ലാതെ സുരക്ഷിതമായി കാര്യങ്ങൾ നീങ്ങുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. എന്തായാലും കേന്ദ്ര കാലാവസ്ഥാ വിവരങ്ങൾ നൽകി മലപ്പുറത്തേക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ വിപിൻ സി വിജയൻ നമുക്കൊപ്പം ചേരുന്നു. വിപിൻ, ഗുഡ് മോർണിംഗ്. മലപ്പുറത്ത് എങ്ങനെയാണ്? ജില്ലയിൽ മഴയുണ്ടോ? SK ഒരു ചാറ്റൽ മഴയാണ്, അത് ഇപ്പോഴും ഉണ്ട്. ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരംഭിച്ച ആ ഒരു ചാറ്റൽ മഴ ഇപ്പോഴും തുടരുന്നു. ഒപ്പം തന്നെ നല്ല മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു വലിയ മഴ പെയ്യാം എന്നുള്ളൊരു പ്രതീതിയുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മലപ്പുറത്ത് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഇവിടുത്തെ കോറി പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ഇനി വരുന്ന കുറച്ച് ദിവസങ്ങളിൽ കൂടി മഴയുണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിനോദസഞ്ചാര മേഖലയിലേക്കൊക്കെ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുഴയിലേക്ക് ഇറങ്ങുന്നവർക്കും ഈ ഒരു ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നു. ഒപ്പം ബാക്കിക്കയം മഴ അതിശക്തമായി തുടരുകയാണെങ്കിൽ ബാക്കിക്കയം ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കും. അങ്ങനെയാണെങ്കിൽ കടലുണ്ടി പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശവുമുണ്ട്. ഇതിനോടകം തന്നെ KSEB അതുപോലെ തന്നെ തദ്ദേശ വകുപ്പിനോടൊക്കെ മറ്റ് എല്ലാ നിർദ്ദേശങ്ങളും ഒരു ജാഗരൂകരായി ഇരിക്കണമെന്നുള്ള നിർദ്ദേശം ഇതിനോടകം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിക്ക് ഏതെങ്കിലും രീതിയിൽ മഴ കനക്കുകയാണ് എന്നുണ്ടെങ്കിൽ, പുഴയിൽ ജലനിരപ്പ് ഉയരുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കാൻ, ബന്ധുവീടുകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളിലേക്കൊക്കെ മാറി താമസിക്കാനുള്ള എല്ലാം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാറണമെന്നുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞിട്ടുണ്ട്. മലപ്പുറം വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ ജില്ലയിൽ ഇന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് സജു ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് സജു ദേവസ്യ. കണ്ണൂരിൽ പരക്കെ മഴ പെയ്യുന്നുണ്ടോ അതോ മഴയ്ക്ക് ശമനമുണ്ടോ? എന്താണ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം അവിടെ?
എസ് ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയിൽ ജില്ലയിൽ വ്യാപകമായി മഴ ലഭിച്ചിരുന്നു. എന്നാൽ ശക്തി കുറഞ്ഞ മഴയാണ് എല്ലായിടത്തും തന്നെ ലഭ്യമായത്. ഇപ്പോൾ മഴ ഒരല്പം മാറി നിൽക്കുകയാണ്. അതേസമയം മേഘാവൃതമായ അന്തരീക്ഷമാണ്. ശക്തമായ അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്. അത് റെഡ് അലേർട്ടാണ്. ഇതുവരെ പുതുക്കിയിട്ടുള്ള ഏറ്റവും ഒടുവിൽ നൽകിയ മുന്നറിയിപ്പ് പ്രകാരം റെഡ് അലേർട്ടാണ്. ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകളും അംഗൻവാടികളും ട്യൂഷൻ സെൻ്ററുകളും അടക്കം മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവധി നൽകാൻ ഒരല്പം താമസിച്ചു. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് അവധി തീരുമാനം ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചത്. അപ്പോൾ അത് അറിയുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതേസമയം കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ മഴ, കാറ്റ്, മണ്ണിടിച്ചിൽ, കടൽക്ഷോഭം എന്നിവയ്ക്കുള്ള മുന്നറിയിപ്പ് ഉണ്ട്. അതുകൊണ്ട് അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക എന്നതാണ്. ഒപ്പം ജലാശയങ്ങളിലെ ജലനിരപ്പ് ഉയരുന്നതിനുള്ള സാധ്യതയുണ്ട്. അവിടെയും കർശനമായ ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പാണുള്ളത്. ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഇടവിട്ട ഒറ്റപ്പെട്ട മഴയാണ്. അതേസമയം രാത്രിയിൽ നല്ല മഴ ലഭ്യമായിരുന്നു. പുലർച്ചയോടുകൂടി നഗരമേഖലകളിലും മലയോര മേഖലകളിലും അടക്കം ശക്തമായ മഴ ലഭ്യമായിരുന്നു. അതേസമയം ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. എന്നാൽ മൂടിക്കെട്ടിയ മേഘാവൃതമായ അന്തരീക്ഷമാണ്. മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട ഇടവിട്ട മഴ തുടരുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സജു ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി വയനാട്ടിലേക്ക്. അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റെഡ് അലർട്ടുള്ള ജില്ലയാണെന്ന് വയനാട്. സുർജിത് അയ്യപ്പത്ത് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് സുർജിത് അയ്യപ്പത്ത്. വയനാട്ടിൽ മഴയിൽ കുതിർന്നു നിൽക്കുകയാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. എപ്പോഴും മഴ കാര്യമായി പെയ്യുന്ന ജില്ല തന്നെയാണല്ലോ വയനാട്. എന്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വിവരങ്ങൾ വയനാട്ടിൽ നിന്ന്? നേരത്തെ മഴയിൽ കുതിർന്നു നിൽക്കുകയാണെന്ന് പറയാം. പക്ഷേ ഇപ്പോൾ മഴയില്ല. ഞാൻ നിൽക്കുന്നത് കൽപ്പറ്റയിലാണ്. കൽപ്പറ്റയിൽ മഴയില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ അതിൻ്റെ തെളിവ് തന്നെയാണ്. കാരണം കുട ഇല്ലാതെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ നേരിയ ചാറ്റൽ മഴ നേരത്തെ ഉണ്ടായിരുന്നു. ആ ചാറ്റൽ മഴ ഇപ്പോൾ ഇല്ല എന്ന് വേണം പറയാൻ. അമ്പലവയൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചാറ്റൽ മഴ ഇല്ല. ഇന്നലെ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം ഈ മഴ കൊണ്ട് മുറിവേറ്റ മനുഷ്യരാണ് വയനാട്ടിലെ ജനത. അതുകൊണ്ട് തന്നെ ആണ് ഇന്നലെ ഇങ്ങനെ ഒരു റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ അവധിയും വൈകിട്ട് കളക്ടർ പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഈ എന്നൂര് പൈതൃക കേന്ദ്രത്തിലേക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള നടപടികൾ മുന്നൊരുക്കം എന്നുള്ള നിലയിൽ നേരത്തെ എടുത്തിട്ടുണ്ട്. പക്ഷേ കാര്യമായ മഴ എവിടെയും പെയ്യുന്നില്ല. എവിടെയും നാശനഷ്ടങ്ങളും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ഇനി കോഴിക്കോടേക്കാണ്. കോഴിക്കോട് ജില്ലയിലും കാര്യമായി കുറച്ച് മഴ പെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അഭിജിത്ത് മുഴക്കുന്നു കോഴിക്കോട് നിന്ന് ചേർന്നു. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. അഭിജിത്ത്, കോഴിക്കോട് ജില്ലയിൽ പൊതുവെയുള്ള സ്ഥിതി എന്താണ്? നിലവിൽ കാര്യമായ മഴയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി അതായിരുന്നില്ല സ്ഥിതി. അല്പസമയം നീണ്ടു നിൽക്കുന്ന ഒരു മഴ കോഴിക്കോട് നഗരത്തിൽ ഇന്നലെ അനുഭവപ്പെട്ടിരുന്നു. അത് ശക്തമായ മഴയുമായിരുന്നു. പക്ഷേ മലയോര മേഖലയിലേക്ക് വരികയാണെങ്കിൽ പലയിടങ്ങളിലും ഒറ്റപ്പെട്ട മഴ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. അതും അതിശക്തമായ മഴയൊന്നുമല്ല. ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സാധാരണ നിലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചാലുള്ള നിർദ്ദേശങ്ങളൊക്കെ ജില്ലയിൽ നൽകിയിട്ടുമുണ്ട്. പക്ഷേ സ്കൂളുകൾക്ക് അവധിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്കൂളുകൾക്ക് ഇന്ന് കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു മഴ ഉണ്ടാകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള മുൻകരുതലുകൾ കോഴിക്കോട് ജില്ലയിലുള്ളവർ സ്വീകരിക്കേണ്ടതുണ്ട്. സാധാരണ നിലയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാറുണ്ട്. നഗരമേഖലയിൽ തന്നെ നമ്മളത് പലതവണ കണ്ടിട്ടുള്ളതാണ്. വിവിധയിടങ്ങളിൽ മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ട്. ഒപ്പം തന്നെ ഈ മലയോര മേഖലകളിലും സമാനമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടാകാറുള്ളത്. മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ മരങ്ങളൊക്കെ കടപുഴകി വീണ് അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അപകട സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ജാഗ്രത കോഴിക്കോട് ജില്ലയിലുള്ളവർ പുലർത്തണമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ പുഴയോരങ്ങളിലൊക്കെ താമസിക്കുന്നവരുണ്ട്. അവരും ആ രീതിയിലുള്ള ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇരുവഞ്ഞി, ചാലിയാർ പോലെയുള്ള പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവരും ഇങ്ങനെയുള്ള മുൻകരുതലുകൾ എടുത്തു വേണം മുന്നോട്ട് പോകാൻ. കോട്ടയത്തേക്ക് ടോബി ജോൺസൺ നമുക്കൊപ്പം ചേരുന്നു. കോട്ടയത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾക്കും ഈ അവധി ബാധകമായിരിക്കും. ടോബി, ഗുഡ് മോർണിംഗ്. കോട്ടയത്ത് ജില്ലയിൽ പൊതുവെയുള്ള സ്ഥിതി എങ്ങനെയാണ്? മഴയുണ്ടോ? ചില സ്ഥലങ്ങളിലൊക്കെ കാറ്റ് വീശുമെന്ന് കാലാവസ്ഥ മുന്നറിയിപ്പ് വന്നിട്ടുണ്ടല്ലോ. അതിൽ കോട്ടയമുണ്ടോ? ഗുഡ് മോർണിംഗ്. എന്തായാലും അതിശക്തമായിട്ടുള്ള മഴ ജില്ലയുടെ വിവിധ മേഖലകളിൽ പെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോഴും ലഭിക്കുന്ന വിവരം. ഇന്നലെ വൈകുന്നേരം മുതൽ തുടങ്ങിയ ആ മഴ ഇപ്പോഴും പല സ്ഥലങ്ങളിലും ശമിച്ചിട്ടില്ല. അത് ശക്തമായി തന്നെ തുടരുകയാണ്. ഇന്നലെ വൈകുന്നേരം യെല്ലോ അലർട്ടായിരുന്നു. അതിനുശേഷം അത് ഓറഞ്ച് അലർട്ടിലേക്കും അതിനുശേഷം രാത്രിയോടുകൂടി റെഡ് അലർട്ടിലേക്കും ജില്ല പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും പുതിയ അലർട്ടുകൾ വരേണ്ടതുണ്ട്. നിലവിൽ മിക്ക മേഖലകളിലും, കിഴക്കൻ മേഖലയിലും അതുപോലെ തന്നെ നഗരമേഖലകളിലും എല്ലാം തന്നെ
അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. ഈ മഴ പെയ്തതിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇന്നലെ നെടുങ്കുന്നം ഭാഗത്ത് 10ഓളം വീടുകളിൽ വെള്ളം കയറിയിരുന്നു. അതിനുശേഷം പുതുപ്പള്ളി മേഖലയിലൊക്കെ വെള്ളം കയറുന്നു എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഫയർഫോഴ്സ് അടക്കമുള്ള സംഘങ്ങൾ സജ്ജമായി നിൽക്കുകയാണ്. പ്രധാനപ്പെട്ട ചില നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ചില മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യം മീനച്ചിൽ താലൂക്കിലായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. കാഞ്ഞിരപ്പള്ളി, മീനച്ചിൽ താലൂക്കുകളിലാണ് അവധി പ്രഖ്യാപിച്ചത്. അതിനുശേഷം രാത്രിയിൽ സ്ഥിതിഗതികൾ മാറിയതോടുകൂടിയാണ് ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കാൻ ജില്ലാ കളക്ടർ തീരുമാനമെടുത്തത്. അതോടൊപ്പം തന്നെ ഈ കിഴക്കൻ മേഖലയിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ചും ഇല്ലിക്കക്കല്ല്, മാർമല, അരുവി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. 4-ാം തീയതി വരെയാണ് ഈ നിരോധനമുള്ളത്. അതോടൊപ്പം തന്നെ വാഗമൺ, ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിലുള്ള രാത്രികാല യാത്രാ നിരോധനവും കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ ഖനന പ്രവർത്തനങ്ങൾക്ക് 4-ാം തീയതി വരെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിലേക്ക്. എറണാകുളം ജില്ലയിൽ മഴയുണ്ട്, പക്ഷേ അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. എറണാകുളം, മലപ്പുറം ജില്ലകളിൽ നിന്നൊക്കെ തന്നെ പലരും ഇപ്പോൾ യൂട്യൂബിൽ അവധിയുണ്ടോ കളക്ടർ ഉറങ്ങുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു. കളക്ടർ ഉണർന്നു തന്നെ ഇരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഇന്നലെ തന്നെ വന്നിരുന്നു. ജില്ലാ കളക്ടർമാരെല്ലാം അതാത് ജില്ലയിൽ ഉണ്ടാകണം, ഉണർന്ന് പ്രവർത്തിക്കണം. മാത്രമല്ല മലയോര മേഖലകളിലൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം വന്നു കഴിഞ്ഞു. മീൻപിടുത്തകർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഈ ഹൈറേഞ്ചിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. മിക്ക ജില്ലകളിലും കാര്യമായിട്ട് മഴ പെയ്യുന്നുണ്ട്. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് ലേറ്റസ്റ്റ് വിവരങ്ങൾ അയച്ചിരുന്നു. മെട്രോ നഗരത്തിൽ എന്താണ് അവസ്ഥ? നിതിൻ, ഗുഡ് മോർണിംഗ്. SKN, ഗുഡ് മോർണിംഗ്. നിലവിലിപ്പോൾ എറണാകുളം നഗരത്തിൽ അങ്ങനെ കാര്യമായ അതിശക്തമായ മഴയൊന്നും ഇല്ല. ഇന്നലെ രാത്രി മുതൽ ഒറ്റപ്പെട്ട മഴ നഗരത്തിലും അതോടൊപ്പം തന്നെ മറ്റ് പ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലൊക്കെ തന്നെ ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, അടുത്ത 3 മണിക്കൂർ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഏറ്റവും ഒടുവിലായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകുന്നു. മറ്റ് നിയന്ത്രണങ്ങളൊന്നും തന്നെ ജില്ലയിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഡിസംബർ 4, അതായത് മറ്റന്നാൾ വരെ ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ചും മലയോര മേഖലയിലും ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്തായാലും ജില്ല ഇന്ന് ഓറഞ്ച് അലർട്ടിലാണ് പോകുന്നത്. മറ്റ് കാര്യമായ മഴക്കെടുതികളോ ഒന്നും തന്നെ ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നഗരത്തിലും നിലവിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. SKN. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് എറണാകുളത്തു നിന്ന്. അപ്പം ബാബിജ ഷാജി പറഞ്ഞു കോഴിക്കോട് മഴയുണ്ട്, അവധി വേണം. മഴയുണ്ടായതുകൊണ്ട് മാത്രം നമുക്ക് അവധി പ്രഖ്യാപിക്കാൻ കഴിയില്ല. 5 ജില്ലകളിൽ മാത്രമേ അവധി പ്രഖ്യാപിച്ചുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് നമ്മളുടെ സ്ക്രീനിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് ടിക്കർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഈ അവധിയുള്ള ജില്ലകൾ കൊടുത്തിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉള്ള ജില്ലകളിലും ഈ അവധി ബാധകമാണ്. ഒന്നുകൂടെ ഈ അവധി നിങ്ങൾ കണ്ടോളൂ സ്ക്രീനിൽ. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രൊഫഷണൽ കോളേജുകൾക്കും ട്യൂഷൻ സെൻ്ററുകൾക്കും അംഗനവാടിക്കും ഒക്കെ തന്നെ ഈ അവധി ബാധകമാണ്. എന്നാൽ സർവകലാശാല നിശ്ചയിച്ച മുൻ പരീക്ഷകൾക്ക് മാറ്റമില്ല, പരീക്ഷ നടക്കും. വയനാട്ടിലും ഇടുക്കിയിലും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് ഈ അവധി ബാധകമല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 5 ജില്ലകളിൽ മാത്രമേ അവധിയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകിച്ച് നിങ്ങൾ നോട്ട് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഒരു നമ്പറും നമ്മൾ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഏറ്റവും മഴക്കെടുതികളുടെ വാർത്തകളും മഴ വാർത്തകളും ഒക്കെ തന്നെ നിങ്ങൾക്ക് ലോഗോയ്ക്ക് തൊട്ട് താഴെ നമ്മൾ OTS എന്ന് ടെക്നിക്കലി വിളിക്കുന്ന ആ സ്ഥലത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കൊപ്പം തന്നെ തുടരുക. നമ്മുടെ എല്ലാ റിപ്പോർട്ടേഴ്സും ഫീൽഡിൽ സജ്ജമാണ്. നമ്മുടെ 24 ആർമി ഇത്തരം കെടുതികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വളരെ സജ്ജമാണ്. അതുപോലെ മഴക്കെടുതികളുടെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാനുള്ള വാട്സപ്പ് നമ്പറുണ്ട്. സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാർത്തകളും ദൃശ്യങ്ങളും അയച്ചു തരാം. 6235968937. ഇപ്പോൾ സ്ക്രീനിലുണ്ട്. ഒരു ഫോട്ടോ എടുത്ത് വെച്ചോളൂ, അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ദൃശ്യങ്ങൾ അയച്ചു തരാം. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഇന്ന് മഴ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എല്ലാ മുൻകരുതലും എടുത്തിരിക്കുന്നത്. നമ്മുടെ എല്ലാ ജില്ലകളിലും നമ്മുടെ റിപ്പോർട്ടർ സജ്ജമാണ്. മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥന്മാരൊന്നും അവധിയെടുത്ത് പോകരുത്. റവന്യൂ മന്ത്രി അവധിയൊക്കെ റദ്ദ് ചെയ്ത് ആളുകളെയൊക്കെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ കളക്ടർമാരും അതാത് ജില്ലയിൽ വേണമെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്, നമ്മളും പറഞ്ഞിട്ടുണ്ട്. എല്ലാ ജില്ലയിലും നമ്മുടെ റിപ്പോർട്ടേഴ്സ് അവിടെ തന്നെ ഉണ്ടാകണം. നമ്മുടെ ബ്യൂറോ ശക്തമാണ്. അത് രാവിലെ തന്നെ അവർ കരുത്തോടെ പണി തുടങ്ങിയിട്ടുണ്ട്.